നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. 17 ലക്ഷം രൂപയുടെ മുതലിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ഥലം ചപ്പാരപ്പുഴ പഞ്ചായത്തിലെ തടിക്കടവ് അംഗൻവാടി. ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ പറയാതിരിക്കും? 17 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഒരു അംഗൻവാടി കെട്ടിടം ഏതാണ്ട് ഈ ആഗസ്റ്റ് മാസം സ്വാതന്ത്ര്യദിനത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യാനാണ് പരിപാടി. യാദൃശ്ചികമായിട്ടാണ് ഇതുവഴി കടന്നു വരുമ്പോൾ ഈ ബിൽഡിംഗ് കണ്ടത്. പുറമെ നിന്ന് കാണുമ്പോൾ അതിമനോഹരമായ ഒരു ബിൽഡിംഗ്, വലിയ വലുപ്പമുണ്ടെന്ന് തോന്നും. പക്ഷേ ഇതിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് ഇതിൻ്റെ ഗുട്ടൻസ് എനിക്ക് പിടികിട്ടിയത്. പുറമേ നിന്ന് ഇങ്ങനെ വലുപ്പത്തിൽ കാണിച്ച് ഉള്ളിലെത്തി കുറച്ച് വലുപ്പത്തിൽ നിർമ്മിച്ച ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഒരു ലൈഫിൻ്റെ വീട് നിർമ്മിക്കണമെങ്കിൽ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇവിടെ 17 ലക്ഷം രൂപയാണ് വെറും 500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. എന്ത് വിരോധാഭാസമാണ്! അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ബിൽഡിംഗ്, ഈ ഹാളിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 11x9, ഒരു 99 സ്ക്വയർ ഫീറ്റ്, അതൊരു 100 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു വലിപ്പമുള്ള ഒരു ചെറിയൊരു മുറി. ഒരു ഇടനാഴിയിലേക്കാണ് നമ്മൾ ആദ്യം കയറുക. ഒന്ന് നിന്ന് തിരിയാൻ കഴിയാത്ത ഒരു ഇടനാഴിയിൽ നിന്നും നേരെ ഈ ഹാൾ എന്ന് പറയുന്ന ഈ ചെറിയ റൂമിലേക്ക് കടക്കും. തൊട്ടിപ്പുറത്ത് കാണുന്നത് ഒരു ടോയ്ലറ്റാണ്. ഇപ്പുറത്ത് പിറകിലുള്ളത് ഒരു കിച്ചണാണ്. സാധാരണ അംഗൻവാടിക്ക് സ്റ്റോർ റൂം വേണം. ഇവിടെ ഒരുപാട് സാധന സാമഗ്രികൾ വേണ്ടതാണല്ലോ. ഇപ്പോഴും ഇവിടെ അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ അംഗൻവാടി തൊട്ടപ്പുറത്തൊരു ക്ലബിൻ്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കയറി ചെന്നു. അവിടെ കണ്ടപ്പോൾ ഈ അംഗൻവാടിയിലുള്ള സാധന സാമഗ്രികളൊക്കെ അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ആ കസേരയും ആ മേശയും ആ കളിപ്പാട്ടങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇതിനകത്തെ കുട്ടികൾക്ക് കയറാൻ കഴിയില്ല. അങ്ങനെ ഇടുങ്ങിയ, ഏറ്റവും വലുപ്പം കുറഞ്ഞ, കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു അംഗൻവാടിക്ക് അനുവദിച്ചിരിക്കുന്നത് 17 ലക്ഷം രൂപയാണെന്ന് പറയുമ്പോൾ നാണക്കേട് കൊണ്ട് പഞ്ചായത്ത് തലകുനിക്കേണ്ടി വരും. 8 തൂണുകൾ ഏതാണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ 8 തൂണുകളിലാണ് ഈ സ്ഥാനം പൊക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ ചെലവുണ്ട്. അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു രൂപമുണ്ടാക്കി, അത് നിർമ്മാണ ചെലവുണ്ട്. എല്ലാം കൂടി 17 ലക്ഷം രൂപയ്ക്കാണ് അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയതെന്നാണ്. ഈ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ എഞ്ചിനീയർക്ക് ബോധമില്ലേ? അയാൾ എന്തായാലും കുറച്ച് വിവരമുള്ള വിദ്യാഭ്യാസവുമുള്ള ആളായിരിക്കുമല്ലോ. ഇതിൻ്റെ ജനലുകൾ നിങ്ങൾ കാണണം. എവിടെയും മരത്തടികൾ ഉപയോഗിച്ചിട്ടില്ല. വെറും ഗ്രില്ല്, ഇങ്ങനെ തൂക്കി കൊടുക്കുന്ന ഗ്രില്ല് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന 1, 2, 3, 4, 5, 6 അങ്ങനെ തുടങ്ങി കുറച്ച് ജനൽ ഗ്രില്ലുകൾ മാത്രം. ഒരു തടിയുണ്ട്. തടി ആകെ ഉപയോഗിച്ചിരിക്കുന്നത് വാതിലിൻ്റെ കതകിന് വേണ്ടി മാത്രമാണ്. ഈ കതക് പിറ്റിയതില്ല, കതക് പിറ്റിയതുമായിരിക്കും, എന്തായിക്കോട്ടെ. അങ്ങനെയുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ച ഈ ചെറിയ അംഗൻവാടി കെട്ടിടത്തിന് 17 ലക്ഷം രൂപ വകയിരുത്തിയ ചപ്പാരപ്പുഴ പഞ്ചായത്ത് അധികൃതർ ഒന്ന് ചിന്തിക്കണം. ഇത് കൊടിയ അഴിമതിയാണ്. ഇതെവിടെയോ നടന്നിട്ടുണ്ട്. ഇതിൽ ആര് അഴിമതി കാട്ടി എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അംഗൻവാടി ഇത്തരത്തിൽ നിർമ്മിച്ച് പണം വിഴുങ്ങാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ കൽത്തുറുങ്കിലാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഞാനിതിന് നിയമ പോരാട്ടം തുടങ്ങുകയാണ്. കരാറുകാരനെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതിന്റെ പ്രവൃത്തിയൊക്കെ അയാൾ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ 17 ലക്ഷം രൂപയ്ക്ക് ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ലാഭം അടിച്ചു എന്നെങ്ങാനും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെറ്റായ ധാരണയാണ്. ഇത് വാങ്ങി നിങ്ങൾ പോകില്ല. കാരണം നിങ്ങളുടെ പണം വാങ്ങാൻ നിങ്ങൾ പഞ്ചായത്തിനെ സമീപിക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കോ, നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക്. പക്ഷേ 17 ലക്ഷം രൂപ ഇവിടെ നിന്നും നിങ്ങൾ കൊണ്ടുപോകാമെന്ന് ധരിക്കേണ്ട. ഈ 17 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ എഞ്ചിനീയർക്ക് ആദ്യം കൊടുക്കേണ്ടത് മറ്റൊരു സസ്പെൻഷനാണ്. ഈ ജോലിയിൽ നിന്ന് തന്നെ ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ലാത്ത ഒരാളാണ് അയാളെന്ന് ഞാൻ പറയും. കാരണം ഇത്തരത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തികൾ കാണുന്ന ഒരാളാണ്. ഇനി നിങ്ങൾ പറയാ ഇത് ഇടുങ്ങിയ സ്ഥലമാണ്, ഇവിടെ പിടിപ്പത് പണിയുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ഉയർത്തിയതെന്നൊക്കെ. ഇവിടെ ഒരു പിടിപ്പത് പണിയുമില്ല. നിങ്ങൾ ഈ തറയിൽ നിന്നും തുടങ്ങി അവിടെ 8 തൂണുകളാണ് അഡീഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ആ തൂണിന് എത്ര പൈസയാണെന്ന്, എത്ര കാശ് വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും. ഒരിക്കലും 17 ലക്ഷത്തിൽ മുട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തി നടത്തിയ പഞ്ചായത്ത് എഞ്ചിനീയർക്കെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കൊടിയ അഴിമതിയുടെ പേരിൽ കേസെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ആരാണ് പ്രതി എന്നത് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ വിജിലൻസ് സംവിധാനമാണ്. എന്തായാലും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കില്ല. ഇതിന്റെ തുടർ നിയമ പോരാട്ടവുമായി ശ്രീനി ആലക്കോട് മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.